എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് റെഗുലർ അഡ്മിഷൻ 2024-25 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒരു വെബ് പേജ് വഴി നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 21-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഈ ഒരു ഓൺലൈനായിട്ട് ജില്ലാ തലത്തിലുള്ള കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിട്ടുള്ളത്. ജില്ലാതല കൗൺസിലിംഗ് ഈ ഒരു ജൂലൈ 22-ാം തീയതി മുതൽ 26-ാം തീയതി വരെയാണ് നടക്കുന്നത്. 29-ാം തീയതിയാണ് വിദ്യാർത്ഥികളുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അതായത് ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ് ആരംഭിക്കുന്നത് 29-ാം തീയതിയോടെയാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നേടാനുള്ള അവസാന തീയതി 18-ാം തീയതിയാണ്. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നവർ 18/7/2024 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഒരു ദിവസം നീട്ടിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കൗൺസിലിങ്ങിനായിട്ടുള്ള രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വളരെയധികം സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി പൊസിഷൻസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഓരോ കോളേജിലെയും വേക്കൻസി ഏതൊക്കെ ട്രേഡ്സ് ആണ്, അത് ട്രേഡ്സ് അല്ല ഏതൊക്കെ കോഴ്സിലാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. നിങ്ങൾ ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പോളിടെക്നിക് കോളേജസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ പോളിടെക്നിക് കോളേജസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ എത്ര വീതം സീറ്റ് വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ ജനറൽ കാറ്റഗറിയിൽ എത്ര വീതം സീറ്റാണുള്ളത്, അതുപോലെ ഏത് വിഭാഗത്തിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത്, നിങ്ങൾക്കിവിടെ CE, ME, EE, EL അതുപോലെ തന്നെ ഈ ഒരു TT, CT എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണാം. അത് ഓരോ കോഴ്സിൻ്റെ കോഡുകളാണ്. അത് ഡൗൺലോഡ്സിൽ ഓരോ കോഴ്സിൻ്റെയും കോഡിൻ്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൽ നോക്കിയിട്ട് ആ ഒരു ഫുൾ ഫോം മനസ്സിലാക്കുക. എന്താണ് ആ ഒരു CE എന്ന് പറയുന്നത്. CE എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയർ ആണ്. ME എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുപോലെ തന്നെ EE എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഏതാണ് അത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഇവിടെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ് ഇവിടെ കാറ്റഗറി വൈസുള്ള സീറ്റ് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ കോട്ടയിലും ഒരു കോളേജിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നോക്കുന്ന സമയത്ത് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തൊരു കോളേജ് നോക്കാം. അതായത് തിരുവനന്തപുരത്ത് തന്നെയുള്ള, അതായത് ആദ്യം ഈ ഒരു ജില്ല നമ്മൾ വീണ്ടും സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി വരില്ല. അപ്പോൾ ജസ്റ്റ് വേറൊരു ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ പോളിടെക്നിക് കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ ഏതൊക്കെ കോട്ടയിലാണ് സീറ്റ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് അവിടെ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വേക്കൻസി മനസ്സിലാക്കി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതത് ജില്ലാ നോഡൽ പോളിടെക്നിക് കോളേജിലേക്കുള്ള ഓപ്ഷനുകൾ സമർപ്പിക്കാവുന്നതാണ്. ഓപ്ഷൻ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്നിവ നൽകുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജില്ല, ഏത് ജില്ലയിലെ നോഡൽ പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് അത് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അത് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പ്രിൻറ്റ് സ്പോട്ട് രജിസ്ട്രേഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതായത് എത്ര ജില്ലകളിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം ജില്ലയിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നിബന്ധനയൊന്നുമില്ല. പക്ഷേ ഒരു ദിവസമാണ് ഈ ഒരു കൗൺസിലിംഗ് നടക്കുന്നതെങ്കിൽ ഒരു ജില്ലയിലേക്ക് നിങ്ങൾ പോവേണ്ടി വരും. അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിൽ നിങ്ങൾ ഏൽപ്പിക്കുന്ന ആരെങ്കിലും അയക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങളുടെ സഹോദരനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയോ നിങ്ങൾ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഓതറൈസേഷൻ ലെറ്ററും അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ അവരെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ പോയെടുത്താണോ അല്ലെങ്കിൽ നിങ്ങൾ പോയെടുത്താണോ ഈ ഒരു ഏറ്റവും അവസാനം കിട്ടുന്നത് അവിടെ ആയിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. കാരണം ആദ്യം നിങ്ങളൊരു കോളേജിൽ ഒരു ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ പോയ സ്ഥലത്ത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനാണ് കിട്ടിയതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ആ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരിക്കും ആ ഒരു കോഴ്സിലേക്കായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതായത് ഏറ്റവും അവസാനം എവിടെയാണോ നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ അഡ്മിഷനായിട്ട് പരിഗണിക്കുക.
ഇനി ഇവിടെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഷെഡ്യൂൾ വന്നിട്ടില്ല. ഷെഡ്യൂൾ 21-ാം തീയതിക്ക് ഇവിടെ ഷെഡ്യൂൾ, അതായത് കോളേജുകളുടെ ഷെഡ്യൂൾ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഡൗൺലോഡ് ഷെഡ്യൂൾ എന്നുള്ള ഭാഗത്ത് ഒരു ഏറോ ചിഹ്നം പോലെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അത് താഴോട്ടേക്കുള്ള ഏറോ രീതിയിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു PDF-ൽ കറക്റ്റായിട്ട് നിങ്ങൾ ഇത്ര റാങ്ക് മുതൽ ഇത്ര റാങ്ക് വരെ, സ്ട്രീം 1-ൽ ഇത്ര റാങ്ക് അല്ലെങ്കിൽ സ്ട്രീം 2-ൽ ഇത്ര റാങ്ക് വരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു സമയം ഹാജരാണെന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് പോയിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുക. സ്പോട്ട് അഡ്മിഷനിൽ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ നിന്ന് ഫീസ് അടച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആ ഒരു കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.